മോഹൻ വർഗീസ് ഇന്നിപ്പം ഈ ഏക്നാഥ് ഷിൻഡെ പാർലമെന്റിൽ പറഞ്ഞത് ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഫോമോ ആണ് എന്നാണ്. ഈ വിഷയം പരിഗണനയ്ക്കെടുക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഈ പരീക്ഷാ പരിഷ്കരണ ബില്ലിനിടയിൽ കോൺഗ്രസിനെ പ്രതിപക്ഷത്തിനെ മുഴുവനായി പരിഹസിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്താണ് അതിൻ്റെ ഒരു ധാർമ്മികത? ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മം തന്നെയാണ് ഒരു ക്രമക്കേട് ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കുക, അത് ഉചിതമായ വേദിയിൽ സംസാരിക്കുക. പാർലമെൻറ്റ് തന്നെയാണ് ഏറ്റവും ഉചിതമായ വേദി. പാർലമെൻറ്റിലെ ചർച്ചകൾ റെക്കോർഡിക്കലാണ്, അത് ദീർഘകാലം അതവിടെ ഓൺ റെക്കോർഡ് ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ ട്വിൻ പോളിസീസാണ്. ഒന്ന്, പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ കൂലങ്കഷമായ ചർച്ച നടക്കണം. അതിന് മുൻപ് തന്നെ കോൺഗ്രസ് പാർട്ടി പ്രയോറിറ്റി കൊടുത്തത്, ഇന്ത്യ മുന്നണി കക്ഷികൾ ഒരുമിച്ച് പ്രയോറിറ്റി കൊടുത്തത് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട അടിച്ചമർത്തൽ, അതിനെക്കുറിച്ച് സംസാരിക്കണം. ഒരു വലിയ സന്ദേശമല്ലേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്, ഇപ്പോഴത്തെ ഭരണകൂടം, കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത്? അതായത് നിങ്ങൾക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാവില്ല എന്ന് മേനി പറഞ്ഞുകൊണ്ട് സമരം അവസാനിപ്പിച്ചു തന്ത്രപരമായ നീക്കത്തിലൂടെ. എന്നാൽ മുൻകാല കേസുകൾ പൊടി തട്ടിയെടുത്ത് ഏത് സമയവും നിങ്ങളുടെയൊക്കെ ഇപ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്ന, ഇനിയും സമരത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള എല്ലാവരുടെയും മേൽ ഡെമോക്രസിൻ്റെ വാള് പോലെ ഇതെല്ലാം തൂങ്ങി നിൽക്കും. പൊതുപ്രവർത്തകരല്ലേ, വിദ്യാർത്ഥി നേതാക്കളല്ലേ, അവരുടെയൊക്കെ പേരിൽ പല കേസുകളും മുൻകാലങ്ങളിൽ ഉണ്ടാവും. ഇതെല്ലാം ഗവൺമെൻറ് നിശ്ചയിക്കുന്ന സമയത്ത് പൊടി തട്ടിയെടുത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാം എന്ന ഒരു സന്ദേശമാണ് ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതേക്കുറിക്കുന്ന ചർച്ചകളും പാർലമെൻറ്റിൽ ഉണ്ടാവണം എന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാനില്ല. പക്ഷേ ഇതിനകത്തൊരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ അതേക്കുറിക്കുന്ന ചർച്ചകൾ പഠിച്ച് വ്യക്തമായ ഭേദഗതികൾ ഉൾപ്പെടെ നിർദ്ദേശിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ നിയമനിർമ്മാണം ഉണ്ടാകണം. 2024 നിയമത്തിൽ പാളിച്ച പറ്റിയതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്നതിൽ പാളിച്ച പറ്റിയതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ആ നിയമം ഉണ്ടായിരിക്കെ തന്നെ ചർച്ച ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, പാർലമെന്റ് നടപടിക്രമങ്ങളാണ്. എല്ലാ ബില്ലുകളും കൃത്യമായി ഭേദഗതിയാണ് എങ്കിലും വിശദമായി ചർച്ച ചെയ്ത് തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഇതിലാകെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പ്രൊവിഷൻസ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശിക്ഷാ കാലാവധി കൂട്ടുന്നു, ഈ പറയുന്ന പിഴ ശിക്ഷ കൂട്ടുന്നു. അങ്ങനെ നിയമമുണ്ട് എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്നതല്ല. നിയമമുണ്ടായിട്ടും അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തി ഇല്ലാത്ത സംവിധാനമാണ് എങ്കിൽ സ്വാഭാവിക പ്രശ്നങ്ങളുണ്ടാകും. അതെ, നിയമമില്ലാത്തതല്ല മാധു, നിയമമില്ലാത്തതല്ല ഇവിടെ വിഷയം. നിയമം നടപ്പാക്കാനുള്ള ഘടനകൾ, ആ ഘടനകൾ ഭരിക്കുന്ന സർക്കാരിനോടും അതിൻ്റെ രാഷ്ട്രീയത്തോടും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുന്ന ലോ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് താറുമാറാകും. അപ്പോഴല്ലേ പിന്നെ ശിക്ഷാ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ഏത് തലത്തിലാണ്? ആ തലത്തെ പോലീസിനെ നിയന്ത്രിക്കുന്ന ഘടനകൾ, രാഷ്ട്രീയ പ്രേരിതമായി നിയന്ത്രിക്കുന്ന ഘടനകൾ നിയന്ത്രിക്കുമ്പോൾ തീർച്ചയായും ശിക്ഷാ നടപടികൾ ഉണ്ടാവില്ല. നാളിതുവരെ കാര്യമായി ഒരു ശിക്ഷാ നടപടി ഉണ്ടായില്ലല്ലോ. എത്ര ചോദ്യപേപ്പർ കോൺഗ്രസ് പാർട്ടി പറയുന്ന കണക്കുകൾ ഒരുപക്ഷെ ഊതിപ്പെരുപ്പിച്ചതായിരിക്കാം. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ, നരേന്ദ്രമോദി യുഗം തുടങ്ങിയതിനു ശേഷം 12 വർഷത്തിനുള്ളിൽ 152 പ്രാവശ്യം ചോദ്യപേപ്പർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ അതിന് മറുപടി പറയാൻ ഭരണകൂടം തയ്യാറാവേണ്ടതാണ്. പാർലമെന്റിൽ തന്നെ കൃത്യമായ മറുപടി അർഹിക്കുന്നു. അപ്പോൾ ആ ഒരു മറുപടിക്ക് ശേഷമല്ലേ കാര്യമായ ചർച്ചകൾ നടക്കേണ്ടത്. ഇനിയും ഒരു നിയമനിർമ്മാണം ഉണ്ടായിട്ട് എന്ത് കാര്യം? മുൻകാലത്തേതുപോലെ നിയമം പാലിക്കാനല്ല എങ്കിൽ പുതിയ നിയമനിർമ്മാണം കൊണ്ട്, അല്ലെങ്കിൽ സമഗ്രമായ ഭേദഗതികൾ കൊണ്ട്, കഠിനമായ ശിക്ഷാവിധികൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പറ്റുന്നത്? അതുകൊണ്ടൊരു പുതിയ സംസ്കാരമാണ് ഉണ്ടാകേണ്ടത് എന്ന രീതിയിലാണ് ചർച്ചകൾ പോകേണ്ടത്. അത് ഇന്ത്യയിലെ ജനത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ കൃത്യമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് പാർലമെന്റിൽ. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാത്രി 10 മണി വരെ ചർച്ചകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ ശിവദാസൻ, ഇപ്പോൾ ഇന്ന് ജിതേന്ദ്ര സിംഗ് പാർലമെന്റിൽ Debate with Madhu Saji.